നോക്കൂ, ആ അപകടം നടക്കുന്ന സമയത്ത് അവരോടുന്ന ഗ്രീനും റെഡും ഒന്ന് പ്രേക്ഷകർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷാപ്രവർത്തനം നടത്തുന്നവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. ഈ CCTV കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് കൊടുത്താൽ 6 പേരെയാണ് നമുക്ക് ഒരു ഭാഗത്ത് മാത്രം. ഇത് കൂടാതെ 2 പേര് ഇപ്പുറത്തെ ഭാഗത്തുണ്ട് കേട്ടോ. അവരെ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. ഈ 2 പേർ പാലത്തിൻ്റെ വലതുവശത്ത് നീല കെട്ടിടത്തിന് തൊട്ട് ചേർന്ന് നിൽക്കുന്നതും പാലത്തിനോട് ചേർന്ന് നിൽക്കുന്നവരും അങ്ങനെയാണ് നമുക്ക് ആ ഗ്രാഫിക്കലായിട്ട് നമുക്കൊന്ന് കാണിക്കാൻ പറ്റുക. ഇത്രയും പേരെയാണ്. ഈ റെഡ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളെ കണ്ടുകിട്ടാനുണ്ട്. ഗ്രീൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളെ നമ്മൾ ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 പേര് ആ ബസ്സിൻ്റെ ഭാഗത്താണ്, ബസ്സിൻ്റെ പുറകുഭാഗത്താണ് നിൽക്കുന്നത്. ബസ് അവരുടെ നേരെ പോകുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. അവിടെ ഉണ്ടായിരുന്ന ആ കെട്ടിടമടക്കം തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു താൽക്കാലിക ഷെഡാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷപ്പെട്ട ചിത്രങ്ങളും ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ടതായി നമ്മൾ സംശയിക്കുന്നവരുടെ ചിത്രങ്ങളുമാണ് നമ്മളിപ്പോൾ ഈ ഗ്രാഫിക് ഡിസ്പ്ലേയിൽ ഇപ്പോൾ പ്രേക്ഷകർ കൊടുക്കുന്നത്. ഇതിൽ പക്ഷേ റെഡ് രേഖപ്പെടുത്തിയതിൽ ചിലരെങ്കിലും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടാവാം എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ രക്ഷാപ്രവർത്തകർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട 2 ഇടങ്ങളാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കാണാതായിരിക്കുന്നത്. ഇതുകൂടാതെ ഈ പ്രദേശത്തിനുള്ളിൽ മുകളിലുണ്ടായിരുന്ന ആളുകളുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അങ്ങനെയാണെങ്കിൽ ഈ 7-ലധികം എന്നുള്ളത് ഒരു പക്ഷേ അല്പം ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ, നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗ്രാഫിക്കലായിട്ട് റെഡും ഗ്രീനും മാർക്ക് ചെയ്തിരിക്കുന്നത് രക്ഷപ്പെട്ടവരെയും രക്ഷപ്പെട്ടോ എന്ന് സംശയമുള്ളവരുടെയും ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വല്ലാത്തൊരു അപകടത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്.